നമ്മളിവിടെ ഇത്രയും നാൾ വളർന്നതിൻ്റെ ഇതനുസരിച്ച് ഹൈബ്രിഡിനാണ് ജയിക്കാൻ സാധ്യത. അപ്പോൾ കഴിവുള്ളവർക്ക് കൊടുക്കുക, പുതിയൊരാൾക്ക് കൊടുക്കുക. CPM, LDF ജയിച്ചു എന്നാണ് വിചാരിക്കുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന ഹൈബ്രിഡൻ. UDF പിന്നെ ഹൈബ്രിഡൻ ഇവിടെ ചെയ്തു വെച്ചേക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ നല്ലതാണ്. ഇപ്പോഴത്തെ ഇലക്ഷൻ്റെ സാഹചര്യം അനുസരിച്ച് അവിടെ UDF കോൺഗ്രസ്. നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയെ ആകർഷിക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലൊന്നാണ് എറണാകുളം എന്ന് പറയുന്നത്. അതിശക്തരായ 4 മുന്നണികളാണ് ഇപ്രാവശ്യം എറണാകുളത്ത് മാറ്റുരയ്ക്കാൻ പോകുന്നത്. ഹൈബി ഈഡൻ തുടരുമോ? ഷൈൻ ടീച്ചർ വരുമോ? BJP സ്ഥാനാർത്ഥി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇവർക്കൊക്കെ വെല്ലുവിളിയായിക്കൊണ്ട് 2020 ഒരു കടന്നുവരവും കൂടി ഈ പ്രാവശ്യം എറണാകുളത്തുണ്ട്. എറണാകുളത്തിൻ്റെ വികസനം, എറണാകുളത്തിൻ്റെ വികസന മുരടിപ്പ്, ഈ കാര്യങ്ങളൊക്കെ ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമോ? ഈ സർക്കാരിൻ്റെ വിലയിരുത്തലാകുമോ? എറണാകുളത്തെ സാധാരണ ജനങ്ങൾ പ്രതികരിക്കുകയാണ്. അവരുടെ പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഹൈബി ഈഡൻ. എന്തുകൊണ്ടാണ് ഹൈബി ഈഡൻ? അങ്ങേരെ ഇത്രനാത്ത കുടുംബപരമായിട്ടും അങ്ങേരെ ഇത്ര നാൾ ഇവിടെ ചെയ്തേണ്ട കാര്യങ്ങളൊക്കെ ഒരു കൊച്ചിക്കാരൻ എന്ന നിലയിൽ ഹൈബി ഈഡന്റെ പ്രവർത്തനങ്ങളിൽ നല്ല അഭിപ്രായമാണ്. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ഉറപ്പായിട്ടും നമ്മുടെ ഈ കൊച്ചി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എറണാകുളം എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളായിട്ട് UDFന്റെ കുത്തകമണ്ഡലമാണ്. ഈ പ്രാവശ്യം കാറ്റ് മാറി വീശാനുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് പൊതുവെ പറയുന്നത്. അതിനോട് എങ്ങനെ യോജിക്കുന്നു? എനിക്ക് അതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് അറിയില്ല. എങ്കിൽ ഇവിടെ ഹൈബീഡൻ ജയിക്കുന്ന ഉറപ്പാണ്. ഹൈബീഡിനെ കുറിച്ച് എനിക്ക് അറിയാവുന്ന ഇപ്പോൾ പുള്ളിയുടെ കാരണവരുള്ളപ്പം മുതൽ ഞാൻ അറിയുന്നതാണ്. അപ്പോൾ അങ്ങേര് മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങേര് കയറിയെങ്കിൽ ഇങ്ങേരും ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യണമെന്നാണ് എൻ്റെ അറിവ്. മനസ്സിലായേ? അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഇപ്പം ഈ പറഞ്ഞ എതിർക്കരി ഷൈനി അവരെ കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടും കൂടിയില്ല. മനസ്സിലായേ? അപ്പോൾ കഴിവുള്ളവർക്ക് കൊടുക്കുക, പുതിയൊരാൾക്ക് കൊടുക്കുക. അപ്പോൾ അഭിപ്രായത്തിൽ നമുക്ക് രാഷ്ട്രീയത്തിലൊന്നും വലിയ ബന്ധമില്ല. എങ്കിലും എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞുള്ളൂ. അല്ല, ഒരു സാധാരണക്കാരൻ്റെ ഒരു പ്രതികരണം. സാധാരണക്കാരൻ നമ്മളിവിടെ ഇത്രയും നാൾ വളർന്നതിൻ്റെ ഇതനുസരിച്ച് ഹൈബ്രിഡിനാണ് ജയിക്കാൻ സാധ്യത. എനിക്ക് CPM, LDF ജയിച്ചു എന്നാണ് വിചാരിക്കുന്നത്. എന്തുകൊണ്ട് LDF അല്ലെങ്കിൽ CPM? നമ്മളങ്ങനെ പറയുമ്പോൾ ഒരു ആധികാരികതയിൽ ഇല്ല, മറ്റൊരു ഓപ്ഷൻ ഇല്ല. ഇപ്പം മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തതല്ല. അല്ല, അങ്ങനെ സാധൂകരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ക്വാളിറ്റി എടുത്ത് പറയാൻ എന്താണ് താങ്കൾക്ക്? നമ്മളെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരി വെച്ച് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് LDF ആയിരിക്കും നല്ലത്. LDF ആയിരിക്കും നല്ലത്. അതെല്ലാവർക്കും അറിയാവുന്ന ഹൈബീഡൻ. എന്തുകൊണ്ട് ഹൈബീഡൻ? എന്തുകൊണ്ടെന്ന് പറയാ, പുള്ളി എല്ലാവർക്കും ഒരു അറിയപ്പെടുന്ന ഒരു സാമൂഹിക പ്രവർത്തകനാണ്. പുള്ളി എല്ലാവരും സ്നേഹത്തോടെ സമീപിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് മാത്രം അല്ല. ഈഡൻ എന്നുള്ളൊരു നെയിം ബ്രാൻഡ് ചെയ്തുകൊണ്ട് മാത്രമാണ്? അല്ല. പുള്ളിയുടെ ഈഡൻ സാറിനെ പറ്റി എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. പക്ഷെ അതല്ല, അതിനേക്കാളും കൂടുതലായിട്ട് പുള്ളി ഒരു നാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി. NSU പ്രസിഡന്റ് മുതൽ അങ്ങനെ ഒരു വളരെ ഇതായിട്ട് കോൺഗ്രസുമായിട്ട് വളരെ കൂടുതലായിട്ട് ഇൻക്ലൂഡിങ് ബേസിക്കായിട്ട് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി അവരുമൊക്കെ ആയിട്ട് വളരെ അടുപ്പമുള്ള ആൾ. പിന്നെ സാധാരണ ആൾക്കാർക്ക് ചെയ്യാവുന്ന ഉപകാരങ്ങളെല്ലാം ആര് ചെന്നാലും അറ്റ് എനി ടൈം അങ്ങനെയുള്ള ഒരാളാണ്. 2 കോടി രൂപയോളം MP ഫണ്ട് പാഴാക്കി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഹൈബിയുടെ. അതിൻ്റെ അകത്ത് ഒന്നും എനിക്കറിയത്തില്ല, ഞാനുള്ള കാര്യം പറഞ്ഞു. ഈ നമ്മൾ ഹൈബി ഈഡൻ എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടൊരു നേതാവാണെന്ന് പറയുന്നുണ്ടല്ലോ. തീർച്ചയായും കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ മണ്ഡലത്തിൽ അദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്നുള്ളൊരു പരക്കെ ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ വെറുതെ പറയുന്ന. അതെനിക്ക് ഞാനിതായിട്ട് പറയല്ല, ഞാൻ പല ആൾക്കാരുമായിട്ട് സംസാരിച്ച് പുള്ളി വളരെ ഇതായിട്ട് എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ആളായിട്ട് എനിക്ക് അറിയാൻ പറ്റിയത്. CPM LDFന്റെ സ്ഥാനാർത്ഥിക്കാണ്. എന്തുകൊണ്ട് LDF? എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആളുകളെല്ലാവരും പറയണ ഭരണം കൊള്ളൂല, അത് കൊള്ളൂല, ഇത് കൊള്ളൂല, എന്നൊരു നല്ല കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. എല്ലാം ഓർത്തിട്ടാണ് ഇത് പറയണതൊക്കെ. എന്നൊരു നല്ല കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ LDF തന്നെ. ബസ്സിലാണല്ലോ ജോലി. ഈ ബസ്സിലെ ഈ ജീവിത രീതിയിൽ സാധാരണക്കാരൻ ഇപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ? നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്നുണ്ട്. അല്ലാതെ വേറെ വല്ല ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരും ഫൈൻ തരും, ഓരോ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യും. ഞാൻ LDFന്റെ ആളാണ്. അല്ല, നമ്മുടെ അഭിപ്രായം പറഞ്ഞാൽ മതി. LDF തന്നെ ജയിക്കാൻ ചേച്ചി ആഗ്രഹിക്കുന്നത്. അവർ വരും എന്നാണ് വിചാരിക്കുന്നത് അല്ലേ? എന്തുകൊണ്ട് LDF അല്ലെങ്കിൽ ഷൈൻ ടീച്ചർ? എന്തുകൊണ്ട്?
ഷാനി ടീച്ചർ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അവർ ജയിച്ചാൽ നമ്മുടെ നാട് കുറച്ചുകൂടെ നന്നാവും എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ലേഡിയല്ലേ ഒന്നും അല്ലെങ്കിലും അവർ കാര്യങ്ങൾ തീരുമാനിച്ചെല്ലാം ചെയ്യുന്നുള്ളൊരു സ്ത്രീകളുടെ കടന്നുവരവിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ? അങ്ങനെ ചോദിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ ഇപ്പം നമുക്കിവിടെ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എല്ലാം ഒന്ന് സോൾവ് ആയി കിട്ടും എന്നുള്ള പ്രതീക്ഷ നമ്മൾ കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്നതാണ്. എന്നിട്ടും അത് സാധിച്ചില്ല. എന്തുകൊണ്ടായിരിക്കാം? അപ്പം മറ്റുള്ളവർ ചിന്തിക്കുന്നത് ഒരു ലേഡീനേക്കാളും നല്ലത് ഒരു മന്ത്രിയാവാനൊരു പുരുഷനാണല്ലോ അതിനകത്ത് ഏറ്റവും നല്ല ഒരു കഴിവ്. അങ്ങനെ പറയുമ്പോൾ ഇപ്പൊ തൊട്ട് മുന്നേ പറഞ്ഞു സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് കടന്നു വരണം. അതെ, സ്ത്രീകൾ മുഖ്യമായിട്ട് കടന്നു വരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹം അങ്ങനെയാണല്ലോ. അല്ല, അപ്പൊ എന്തുകൊണ്ട് കേരളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ഒരു വനിതാ മുഖ്യമന്ത്രിക്കുള്ള എല്ലാ സാധ്യതകളും കേരളത്തിൽ ഉണ്ടായിരുന്നിട്ടും സാധിച്ചില്ല എന്നുള്ളത് അല്ലേ? UDF എന്തുകൊണ്ട് UDF? അല്ല, ഇവിടെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഹൈബ്രിഡ് നല്ല ആളാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. നല്ലൊരു ഇവിടെ നിൽക്കുന്ന സമയം പുള്ളി നല്ലൊരു ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പത്തനംതിട്ടയെ പറ്റി എന്താ അഭിപ്രായം? ഇവിടത്തേക്കാളും കൊള്ളാം. ഇവിടത്തെക്കാളും കൊള്ളാം. നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളുടെ MP കാഴ്ചവെക്കുന്നുണ്ടോ? ഉണ്ട്. ഇപ്പൊ ആരാണ് നിലവിൽ അവിടുത്തെ MP? ആന്റോ ആന്റണി. ആ പേര് ഈ രണ്ടാം പ്രാവശ്യം മുഴങ്ങി കേൾക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തോന്നുന്നുണ്ട് അല്ലേ? LDF എന്തുകൊണ്ട് LDF? പക്ഷേ അപ്പോൾ ഈ കഴിഞ്ഞ 7 വർഷമായിട്ട് LDF സർക്കാരാണ് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമല്ലോ. ആ ഭരണത്തെ എങ്ങനെ വിലയിരുത്തും ഒരു യുവത്വത്തിൻ്റെ പ്രതീകം എന്ന നിലയിൽ? ധാരണയില്ല. എന്നാലും പൊതുവെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ രാഷ്ട്രീയപരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് രൂക്ഷമായിട്ടുള്ളൊരു വിലക്കയറ്റം നമ്മുടെ നാട് നേരിടുന്നുണ്ട്. 7 മാസമായിട്ട് പെൻഷൻ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നല്ലൊരു ഭരണം നമ്മൾ നോക്കി UDF വന്നിട്ടുണ്ട് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഇവിടെ നല്ല ഇതുപോലെ അല്ലാണ്ട് വേറെ നല്ല പ്രവർത്തനങ്ങൾ അവർ കൊണ്ടുവരികയാണെങ്കിൽ ചിലപ്പോൾ ഇനി UDF ചിലപ്പോൾ നിൽക്കുമായിരിക്കും. അല്ലെങ്കിൽ അറിയാൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ആരാ ജയിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ഹൈബീഡൻ MP ആണ് ഇവിടുത്തെ MP എന്ന് പറയുന്നത്. UDFൻ്റെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ ഭരണത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ അറിയാറുണ്ടോ? ഇടവകക്കാരനാണ്. അപ്പോൾ നല്ലതാണ്, ഒരാളാണ് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലേ? കാലാവസ്ഥ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല ആരാണ്. എന്നാൽ എല്ലാം കൊണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം, ഇപ്പോഴത്തെ ഒരു ജനങ്ങളുടെ ഒരു ജീവിത സാഹചര്യം, ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴും എന്തുകൊണ്ട് LDF? വന്നത് കൊണ്ടല്ല, ഞാൻ പാരമ്പര്യമായിട്ട് LDF എന്നാൽ പ്രസ്ഥാനവും നമുക്ക് ഏറ്റവും വലിയ പിന്നെ അതിൽ വിജയിക്കണമെന്നില്ലെന്നും എന്നാലും വരുമെന്ന് പ്രതീക്ഷയുണ്ട്. ഇനി നാളെ ഒരു പുതിയ തുടക്കം കുറിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞൊരു വാക്യം ഞാൻ എടുക്കുകയാണ്, പ്രസ്ഥാനമാണ് വലുത്. അതെ, പ്രസ്ഥാനത്തിനുള്ളിൽ ഒരുപാട് പോരായ്മകൾ നമുക്ക് പ്രകടമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ചിലപ്പോൾ പ്രതിഫലിക്കാൻ വഴിയില്ല. എങ്കിലും നമ്മുടെ ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ജീവിച്ചു പോകണം ഇന്നും അന്നും. തീർച്ചയായിട്ടും ഉറപ്പുണ്ട് നമ്മുടെ നാളെ ഒരിക്കലും വേറൊരാൾ വന്ന് നമ്മളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയാക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ളതാണ് പറയാം. കഴിഞ്ഞ 7 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു? വിജയൻ്റെ പല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പല എല്ലാത്തിലും. എന്നാലും നമ്മായിരിക്കുന്ന ആളെക്കുറിച്ചല്ല നമ്മുടെ ഒരു പ്രസ്ഥാനം, നമ്മൾ അന്നും ഇന്നും വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇപ്പോഴത്തെ ഇലക്ഷൻ്റെ സാഹചര്യം അനുസരിച്ച് അവിടെ UDF കോൺഗ്രസ് അരൂര്. എന്തുകൊണ്ട് UDF? ഇപ്പോഴത്തെ ഭരണം ആ രീതിയിലാണല്ലോ പോകണം.
എല്ലാം കൊണ്ടും ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ കറക്റ്റ്. അതിനെതിരെ ഒരു വിജയത്തായിരിക്കും. അതിനെതിരെയുള്ള ജനങ്ങളുടെ ഒരു പ്രതികരണമായിരിക്കും ഉണ്ടാകുന്നതെന്ന് വിശ്വസിക്കുന്നു. റോഡിലെ കൂടി അത് ജനങ്ങൾ എറണാകുളത്തോ? എറണാകുളത്തും നല്ല ഭൂരിപക്ഷത്തിൽ ഹൈബി ഈഡൻ ജയിക്കും. ഈ ഹൈബി ഈഡൻ എന്ന് പറയുന്നത് ഒരു ഈഡൻ എന്നുള്ളൊരു ബ്രാൻഡ് നെയിം കൊണ്ടാണോ? അതിനേക്കാളും ഉപരി പുള്ളി ഒരു യുവാവും നല്ലൊരു കഴിഞ്ഞ മുൻവർഷത്തെ 5 വർഷം പുള്ളി ഭരണത്തിലിരുന്നാണ്. നല്ല രീതിയിലുള്ള വികസനം എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി. ആരിഫ് 5 വർഷമായിട്ട് അരൂരിനെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. MP എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തും? പുള്ളി പോയിട്ട് ഈ വർഷം ഇത്തവണ നമ്മൾ കണ്ടത്, അതിന് മുമ്പ് കണ്ടിട്ടില്ല. ഏറ്റവും ശ്രദ്ധേയപരമായിട്ടുള്ളൊരു കാര്യം അവിടുത്തെ ചുവരെഴുത്തുകളിൽ സഖാവ് ആരിഫ് എന്നില്ല, ആരിഫ് ഇക്കയെന്നോ അല്ലെങ്കിൽ ആരിഫെന്നോ എന്ന് മാത്രമാക്കി മാറ്റിയിട്ടുണ്ട്. എന്തായിരിക്കും അങ്ങനെ ഒരു മാറ്റത്തിലേക്കുള്ള ഒരു കാരണം? അത് എനിക്ക് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല. രാഹുൽ ഗാന്ധി അമ്പലങ്ങളിലും മറ്റും കയറിയപ്പോൾ വളരെയധികം രൂക്ഷമായിട്ട് വിമർശിച്ച ആളുകളാണ് CPM എന്ന് പറയുന്നത്. ശബരിമലയിലെ വിഷയത്തിലും ഇയാൾ പറഞ്ഞ ഒരൊറ്റ ഫോൺ കോൾ മതി സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ. അതെ. ഒപ്പം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നിരിക്കുന്നു, ആരിഫ് ഒരു അമ്പലത്തിൽ കയറി പ്രസാദം സ്വീകരിക്കുന്നു, മാലയിടുന്നു, ഇങ്ങനത്തെ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് എന്തുമാകാം എന്നുള്ളൊരു ചിന്തയാണോ ഇതൊക്കെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരുന്നത്? ഇതൊക്കെ വോട്ടായി മാറുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? അവർക്ക് അനുകൂലമാകുമോ? എറണാകുളത്ത് ഈ പ്രാവശ്യം ആർക്കാണ് വിജയ സാധ്യത വരാനിരിക്കുന്ന ലോക്സഭ? എന്തുകൊണ്ട് ഹൈബി ഈഡൻ? ആ, ഈ 2 കാരണങ്ങളാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട്? നല്ല രീതിയിലാണ്. സാധാരണക്കാരനെ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു MP ആയിട്ട് തോന്നിയിട്ടുണ്ടോ എല്ലാ തരത്തിലും? അല്ലേ? കൊച്ചി കേരളത്തിൻ്റെ മെട്രോ, അറബിക്കടലിൻ്റെ റാണി, വ്യാവസായിക തലസ്ഥാനം. ആരായിരിക്കും കൊച്ചിയുടെ മുന്നോട്ടുള്ള നാളുകളിൽ MP ആയിട്ട് വരുന്നത്? ഒത്തിരി പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. സമ്മിശ്ര പ്രതികരണങ്ങളാണ് ജനങ്ങളുടെ അടുത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നത്. കാത്തിരിക്കാം പുതിയ MP ക്കായി. ക്യാമറ പേഴ്സൺ അർച്ചനയോടൊപ്പം ശ്രീമോൻ, ക്രൈം ഓൺലൈൻ.